ഞാൻ എക്സിറ്റ് ചെയ്യാമെന്ന് അവരോട് പറഞ്ഞു. അപ്പം എന്നെ പുറത്താക്കി. അങ്ങനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ 3 പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. എൻ്റെ കാരണം തന്നെ 2 പാർട്ട്നേഴ്സിന് ഒരു റോങ് ആയിട്ടുള്ള അഭിപ്രായമുണ്ട്. 3 പേർക്ക് അഭിപ്രായമുണ്ട്. ഇതിൽ 2 പേര് ഒരു റോങ് ആയിട്ടുള്ള അഭിപ്രായത്തോട് യോജിച്ചാൽ അതവിടെ നടക്കും. അതായത് ഇപ്പം കൂടുതൽ പേരുണ്ടെങ്കിൽ അത് വേറൊരു സിനാരിയോ. ഇപ്പം 2 പേരാണെങ്കിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ഡയറക്ടേഴ്സ് ആകുമ്പം 2 അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലി ഒരു ഡിസിഷനിൽ വരും. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ അതിൽ വരും. മറ്റേതെന്ന് പറഞ്ഞാൽ 2 പേര് ഭൂരിപക്ഷ അഭിപ്രായമായി. ഇപ്പോൾ ശരി പറയുന്ന ഒരാളാണ് മൂന്നാമത്തെ ആളെങ്കിലും അയാൾക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഒരു ചെറിയ വീട്ടിൽ, കാരണം നമ്മുടെ കയ്യിൽ വലിയ ബഡ്ജറ്റ് ഇല്ല, ഒരു ചെറിയ വീടെടുത്തിട്ട് അതിനെ ഒരു ഓഫീസാക്കി അങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യിച്ചൊക്കെയാണ് ആ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. അന്ന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടി അത്ര കാര്യമായിട്ടില്ല. പക്ഷേ 2010 ഡിസംബർ ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ പറയുന്ന നമ്മൾ സ്റ്റാർട്ടപ്പിൽ നമ്മൾ നോക്കാത്ത ചില കാര്യങ്ങൾ, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല, ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പ്, വെറും ഒരു എഗ്രിമെന്റ് എഴുതും. നമ്മൾ 3 പേര് കൂടിയിട്ട് എഴുതുന്നത്, അത് രജിസ്റ്റേർഡ് പോലും അല്ല. അപ്പോൾ അങ്ങനെ എക്സിറ്റ് ചെയ്തു. ഞാൻ എക്സിറ്റ് ചെയ്യാമെന്ന് അവരോട് പറഞ്ഞു. അപ്പം എന്നെ പുറത്താക്കി. അങ്ങനെ അടിപൊളി. അപ്പോൾ 2 പേര് അതാണ് 3 പേര് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ 2 പേര് ഒരുമിച്ച് എന്നെ പുറത്താക്കി.